ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ദേവ് ജോലിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പിള്ളേരെ നോട്ടമാണ് എൻ്റെ തൊഴിൽ. ചിലപ്പം വീട്ടിൽ കൊണ്ട് വിടും ഞാൻ. വീട്ടിൽ അമ്മയുണ്ട്. ലിയോ, എന്താ പെറുക്കി തിന്നുന്നത് നീ? അടച്ചോ അതിലടച്ചോ. ചമ്മിപ്പോയി. അയ്യേ അയ്യ എന്നടാ ലിയോ, വാ. പ്രദേശത്തെങ്കിലും ഒരുത്തിന് ഇപ്പോൾ വരാൻ പറ്റില്ല, അവൻ്റെ കുര കാരണം. ഞങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ആള് ഒരു മനുഷ്യനെ ഇവിടെ കയറ്റാത്ത പോലെ ആക്കും. ഡാ, നീ എന്താണ് അവിടെ പരിപാടി? വാ. ദൈവമേ, എങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടല്ലോ. വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. ഇതിനിടയ്ക്ക് കയറിപ്പോയിട്ട് വീഴും. ലിയോ കം. ലിയോ വാ. ലിയോ കയറുവാ. എന്താ എല്ല്? വാ. അയ്യോ വാ. എടാ വാടാ ഇങ്ങോട്ട്. ഇന്നലെ ബ്രോസ്റ്റഡ് മേടിച്ചിട്ട് അതിൻ്റെ ബാക്കി എല്ല് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൈ ചെയ്ത ഐറ്റമൊന്നും ഇവന് കൊടുക്കാറില്ല. തപ്പിപ്പിടിച്ചു. ഇവന് വേറെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ മേടിച്ച് വേറെ ഉണ്ടാക്കുക. ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒന്നും ഇവന് കൊടുക്കലില്ല. അതുകൊണ്ട് പുള്ളി അത് കണ്ടു കഴിഞ്ഞതിനും പുള്ളിയുടെ ആർത്തി. വായോ. അങ്ങനെ രാവിലെ തന്നെ മീനൂട്ടിനെ ആരോമലിനെയും വീട്ടിൽ കൊണ്ട് വിട്ടിട്ടതേ ഞാൻ ഫസ്റ്റ് ഒരു ഓട്ടം വന്നേക്കോട്ടോ. പൈനാപുര പോകണമെന്നാണ് പറഞ്ഞത്. കുറച്ച് പോസ്റ്റ് കാണും, എന്താവുമെന്ന് അറിയത്തില്ല. ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് നമ്മുടെ വിശ്വവിഖ്യാതമായ നമ്മുടെ ചെറുതോണി പുതിയ പാലം. ഇത് താഴെ പഴയ പാലം. ഇത്ര പ്രളയം വന്നിട്ട് ഈ സാധനങ്ങാത്തിൻ്റെ കാര്യം മനസ്സിലായോ? അങ്ങനെ നിഗൂഢതകളൊന്നുമല്ല, ഈ പാലത്തിൻ്റെ ഷേപ്പ് തന്നെ കേട്ടോ. വെള്ളം വന്ന് രണ്ട് സൈഡിലേക്കും ചേതറി പോകുന്നതുകൊണ്ട് തന്നെയാണ് ആ പാലം പൊളിയാണ്ട് നിന്ന്. വലിയ നിഗൂഢതകളൊന്നുമല്ല. എന്തായാലും നല്ല കിടിലം മീനുകളുണ്ട് കേട്ടോ അതിനകത്ത്. ഇത് കണ്ടില്ലേ, ഞാൻ അത്രയും ദൂരെ നിന്ന് എടുത്ത പുതിയ പാലത്തിൻ്റെ അത്ര ഹൈറ്റിൽ മുകളിൽ നിന്ന് എടുത്ത വീഡിയോയാണ്. എന്തായാലും നല്ല മീനുണ്ട് കേട്ടോ. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം.